Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ CET 438 എയർപോർട്ട് സീപോർട്ട് ആൻഡ് ഹാർബർ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ 8th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കമ്പോണൻസ് ഓഫ് എയർക്രാഫ്റ്റിൻ്റെ ഡിഫറെൻറ്റ് കമ്പോണൻസും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എയർക്രാഫ്റ്റ് കമ്പോണൻസ്, ഇപ്പോൾ ഒരു എയർക്രാഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് ആണ് നമ്മൾ ഈ ഫിഗറിൽ കാണുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. എയർക്രാഫ്റ്റിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ പോർഷനാണ് നമ്മൾ കോക്ക്പിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ പൈലറ്റൊക്കെ ഇരിക്കുന്നതും ആ എയർക്രാഫ്റ്റിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന പാനൽസും ഒക്കെ ഉള്ളത് കോക്ക്പിറ്റിലാണ്. അപ്പോൾ കോക്ക്പിറ്റിൽ നിന്നാണ് കമാൻഡും എയർക്രാഫ്റ്റിൻ്റെ ഓവറോൾ കൺട്രോളും വരുന്നത്. ഇനി ഈ എയർക്രാഫ്റ്റിൻ്റെ ഈ ബോഡിയെ മൊത്തത്തിൽ നമ്മൾ പറയുന്നതാണ് ഫ്യൂസ്ലേജ്. ഹോൾഡ് തിങ്സ് ടുഗദർ, ക്യാരി പേ ലോഡ്, കംപ്ലീറ്റ് ലോഡ് ക്യാരി ചെയ്യുന്നതും അതിൻ്റെ അകത്ത് ഓരോ ക്യാബിൻസ് ആക്കി കോക്ക്പിറ്റും ആൾക്കാർക്ക് ഇരിക്കാനുള്ളതും ലഗേജസും ഫ്യൂവൽ നടക്കുന്നതും എല്ലാം ഈ ഫ്യൂസലേജിൻ്റെ അടുത്താണ് വരുന്നത്. ഇനി എയർക്രാഫ്റ്റിൻ്റെ രണ്ട് സൈഡിലായിട്ട് അതിൻ്റെ എൻജിൻസ് ഉണ്ട്. ടർബൈൻ എൻജിൻസ് ജനറേറ്റ് ട്രസ്റ്റ്. എയർക്രാഫ്റ്റിൻ്റെ ട്രസ്റ്റ് കൊടുക്കുന്നത് ഈ എൻജിനാണ്. ഇനി എയർക്രാഫ്റ്റിൻ്റെ രണ്ട് ചിറക്, രണ്ട് സൈഡിലായിട്ട് രണ്ട് വിങ്സ് ഉണ്ട്. ജനറേറ്റ് ലിഫ്റ്റ്, എയർക്രാഫ്റ്റിന് വേണ്ടത്ര ലിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഈ രണ്ട് വിങ്സിൻ്റെ അറ്റത്തുള്ള ഒരു പോർഷൻ അത് ഫോൾഡബിളാണ്, ഹിഞ്ച്ഡ് ആയിട്ടുള്ളൊരു പോർഷനാണ്. അതിന് വിങ്ലെറ്റ് എന്ന് പറയും. എയർക്രാഫ്റ്റിൻ്റെ വിങ്ങിൻ്റെ രണ്ടറ്റത്തും ഇതുപോലെ ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റിയ രീതിയിൽ ഹിഞ്ച്ഡ് ആയിട്ട്, നമ്മുടെ വാതിലൊക്കെ പോലെ ഹിഞ്ച്ഡ് ആയിട്ടുള്ള ഒരു പോർഷനുണ്ട് വിങ്ലെറ്റ്. ഡിക്രീസ് ഡ്രാഗ് കുറക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇനി എയർക്രാഫ്റ്റിൻ്റെ ബോഡിയുടെ ഏറ്റവും ബാക്ക് സൈഡിൽ ഈ രണ്ട് രീതിയിൽ ഹൊറിസോണ്ടലായിട്ടിരിക്കുന്ന പോർഷൻ, അതായത് നമ്മുടെ വിങ് പോലെ തന്നെ ഏറ്റവും ബാക്ക് സൈഡിൽ ഇരിക്കുന്ന രണ്ട് പോർഷനുണ്ട്. അതിനെ നമ്മൾ ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസർ എന്ന് പറയും. പിച്ച് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ എയർക്രാഫ്റ്റിൻ്റെ അപ്വേർഡ് ഡൗൺവേർഡ് മൂവ്മെൻറ്റ്, അതിനെയാണ് പിച്ചിങ് എന്ന് പറയുന്നത്. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഇനി എയർക്രാഫ്റ്റിൻ്റെ ഏറ്റവും ബാക്കിൽ തന്നെ ഈ വെർട്ടിക്കലായിട്ടുള്ള ഈ ഒരു കമ്പോണൻറ്റിന് വെർട്ടിക്കൽ സ്റ്റെബിലൈസർ എന്ന് പറയും. ഇത് കൺട്രോൾ അതിൻ്റെ മൂവ്മെൻറ്റ്, അത് റോളിംഗ് മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്കുള്ള മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെർട്ടിക്കൽ സ്റ്റെബിലൈസർ ഉള്ളത്. ഇനി വെർട്ടിക്കൽ സ്റ്റെബിലൈസർ ഫിക്സ്ഡ് ആണ്. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് ഈ ബ്ലാക്ക് കളറിൽ കാണുന്നതിനെ റഡർ എന്ന് പറയും. അത് മൂവബിളാണ്. ഇതൊരു ഹിഞ്ച്ഡ് ആയിട്ട് ഈ ഒരു വെർട്ടിക്കൽ സ്റ്റെബിലൈസറിൻ്റെ നടുക്കായിട്ട് ഒരു മൂവബിളുണ്ട്. ഈ കറുത്ത സംഭവം ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഡിഫ്ലക്റ്റ് ചെയ്യുന്നതനുസരിച്ച് എയർക്രാഫ്റ്റ് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഡീവിയേറ്റ് ചെയ്യും. അപ്പോൾ അതിനെ നമ്മൾ റഡർ എന്ന് പറയും. ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഈ ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസർ, രണ്ട് ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസർ ഉണ്ട്. ആ ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസർ ഫിക്സ്ഡ് ആണ്. അതിൻ്റെയും നടുക്കായിട്ട് ബാക്ക് സൈഡിൽ കാണുന്ന ഈ ഒരു പോർഷനെയാണ് എലിവേറ്റർ എന്ന് പറയുന്നത്. ഇതും മൂവബിളാണ്. ഇവിടെ ഒരെണ്ണമുണ്ട്, ഈ സൈഡിൽ ഒരെണ്ണമുണ്ട്. ഇതിനെ എലിവേറ്റർ എന്ന് പറയും. പിച്ച് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മുകളിലേക്കും താഴത്തേക്കും ഡീവിയേറ്റ് ചെയ്യുന്നതനുസരിച്ച് എയർക്രാഫ്റ്റ് മുകളിലേക്കും താഴത്തേക്കും ഡിഫ്ലക്റ്റ് ചെയ്യും. ഇനി അടുത്തത് ഈ വിങ്, വലിയൊരു പോർഷനാണ് വിങ്. വിങ്ങിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് ലെങ്തിയർ ആയിട്ടുള്ള ഈ ഒരു ബ്ലാക്ക് പോർഷനെയാണ് നമ്മൾ ഫ്ലാപ്പ് എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ ലാൻഡിങ്ങിനെയും ടേക്ക് ഓഫിനെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോർഷനാണ് ഫ്ലാപ്പ്. ഇൻക്രീസ് ലിഫ്റ്റ് ആൻഡ് ഡ്രാഗ്, അതായത് എയർക്രാഫ്റ്റ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് റൈസ് ചെയ്യുമ്പോൾ ഇത് താന്നിരിക്കും, ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ. ഇനി നമ്മൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്പീഡ് കുറക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പോർഷനെ ലിഫ്റ്റ് ചെയ്യിപ്പിച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ വെക്കും. അപ്പോൾ കുറച്ച് എയർ റെസിസ്റ്റൻസും കിട്ടും. ഇനി വിങ്ങിൻ്റെ തന്നെ അറ്റത്തായിട്ട്, രണ്ടറ്റത്തെ പോർഷനിലായിട്ട് വേറൊരു കമ്പോണൻ്റ് ഉണ്ട്. അതിനെ നമ്മൾ എയിലറോൺ എന്നാണ് പറയുന്നത്. ചേഞ്ച് റോള് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇസഡ് ആക്സിന് വിത്ത് റെസ്പെക്ട് ടു അതിനെ ഇസഡ് അല്ല എക്സ് ആക്സിന് വിത്ത് റെസ്പെക്ട് ടു അതിനെ ഡീവിയേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്, റോളിംഗ് മോഷന് വേണ്ടിയിട്ടാണ്. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇവിടെ ഒരു എയിലറോൺ ഉണ്ട്, ഇവിടെ ഒരു എയിലറോൺ ഉണ്ട്. ഒരെണ്ണം നമ്മൾ താഴത്തേക്ക് ഡീവിയേറ്റ് ചെയ്യുമ്പോൾ അടുത്ത എയിലറോൺ നമ്മൾ അപ്വേർഡ് ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എയർക്രാഫ്റ്റ് എന്ത് ചെയ്യും? എയർക്രാഫ്റ്റ് മൊത്തത്തിൽ ഒരു 50 to 60 ഡിഗ്രി ചരിയും, ഒരു സൈഡിലേക്ക് ചരിയും, റോൾ ചെയ്യും. ഇനി അടുത്തത് ഈ വിങ്ങിൻ്റെ നടുക്കായിട്ട്, വിങ്സിൻ്റെ നടുക്കായിട്ട് വീണ്ടും പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹിഞ്ച്ഡ് ആയിട്ടുള്ള ഒരു മെമ്പറുണ്ട്. അതിനെയാണ് സ്പോയിലർ എന്ന് പറയുന്നത്. ചേഞ്ച് ലിഫ്റ്റ് ഡ്രാഗ് റോൾ, നമുക്ക് ലിഫ്റ്റ് ചെയ്യുന്നതും ഡ്രാഗ് കൊടുക്കുന്നതും റോൾ ചെയ്യുന്നതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെയാണ് ഒരു എയർക്രാഫ്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ്. ഇതിൻ്റെ അകത്ത്
എല്ലാം നമുക്കൊന്ന് ബ്രീഫായിട്ട് നോക്കാം. ഇനി നമുക്ക് സിമ്പിളായിട്ട് വരക്കാനുള്ള ഒരു ഫിഗറാണിത്. എയർക്രാഫ്റ്റിൻ്റെ സിമ്പിളായിട്ട് വരക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് പണ്ടത്തെ എയർക്രാഫ്റ്റാണിത്. പ്രൊപ്പലറൊക്കെ ഉള്ള പണ്ടത്തെ എയർക്രാഫ്റ്റാണ്. ഫ്രണ്ടിൽ ഇതുപോലത്തെ ഒരു ഫാൻ പോലത്തെ ഒരു പ്രൊപ്പലർ ഉണ്ടാവും, വിങ് ഉണ്ട്. വിങ്ങിൻ്റെ ഫ്രണ്ട് എഡ്ജിന് ലീഡിങ് എഡ്ജ് എന്ന് പറയും, ബോഡി നമ്മൾ ഫ്യൂസ്ലേജ് എന്ന് പറയും, ബാക്കിന് നമ്മൾ ടെയിലിംഗ് എഡ്ജ് എന്ന് പറയും. വിങ്ങിൻ്റെ ബാക്കിൽ ഒരു സൈഡിൽ ഫ്ലാപ്പും ഉണ്ട്, ഒരു സൈഡിൽ എലറോണും ഉണ്ട്. ഇനി മൊത്തത്തിൽ എയർക്രാഫ്റ്റിൻ്റെ ബോഡിയുടെ ഏറ്റവും ബാക്കിൽ റഡറുണ്ട്, എലിവേറ്ററുണ്ട്, വെർട്ടിക്കൽ ഫിന്നുണ്ട്. ഇതൊക്കെയാണ് ഒരു എയർക്രാഫ്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ്. ഏറ്റവും ബെറ്റർ ഈ ഒരു ഫിഗർ തന്നെ നിങ്ങൾ നന്നായിട്ട് വരച്ച് പഠിക്കുക. ഇതിൻ്റെ അകത്ത് എല്ലാ കമ്പോണൻസും ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്ക് ഓരോ കമ്പോണൻ്റായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, അതിൻ്റെ എൻജിൻ. ടു മേക്ക് അവൈലബിൾ ദ ഫോഴ്സ് ഫോർ പ്രൊപ്പലിംഗ് ദ എയർക്രാഫ്റ്റ് ത്രൂ എയർ. ഇപ്പോൾ എയറിൽ നിന്ന് എയർക്രാഫ്റ്റിനെ പ്രൊപ്പൽ ചെയ്യുക, ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എൻജിനാണ്. അക്കോർഡിംഗ് ടു മെത്തേഡ് ഓഫ് പ്രൊപ്പൽഷൻ ദ എയർക്രാഫ്റ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു. അപ്പോൾ ഈ പ്രൊപ്പൽഷൻ അനുസരിച്ച്, എൻജിൻ്റെ പ്രൊപ്പൽഷൻ അനുസരിച്ച് നമുക്ക് എയർക്രാഫ്റ്റിനെ പിസ്റ്റൺ എൻജിൻ, ജെറ്റ് എൻജിൻ, റോക്കറ്റ് എൻജിൻ എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. പിസ്റ്റൺ എൻജിൻ എന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ ടൈപ്പാണ്, പണ്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടൈപ്പാണ്. സ്യൂട്ടബിൾ ടു ഓപ്പറേറ്റഡ് ലോ ആൾട്ടിറ്റ്യൂഡ് വിത്ത് മീഡിയം സ്പീഡ്. മീഡിയം സ്പീഡിൽ ലോ ഹൈറ്റിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ എൻജിൻസാണ് പിസ്റ്റൺ എൻജിൻ എയർക്രാഫ്റ്റ്. അടുത്തത് ജെറ്റ് എൻജിൻസ് ആണ്. എലിമിനേറ്റ് പ്രൊപ്പലർ. ജെറ്റ് എൻജിൻസ് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിലുള്ള ആ ഫാൻ പോലത്തെ പ്രൊപ്പലർ ഉണ്ടാവില്ല. ക്യാൻ മൂവ് അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് അറ്റ് ഹൈ ഫോർവേഡ് സ്പീഡ്. നല്ല സ്പീഡിൽ, ഏറ്റവും നല്ല ഹൈറ്റിൽ നമുക്ക് എയർക്രാഫ്റ്റിന് ട്രാവൽ ചെയ്യിക്കാൻ പറ്റുന്ന ടൈപ്പ് എഞ്ചിനാണ് ജെറ്റ് എഞ്ചിൻ. ജെറ്റ് എഞ്ചിനെ നമുക്ക് വീണ്ടും ടർബോ ജെറ്റ്, ടർബോ പ്രൊപ്പൽഷൻ, റാം ജെറ്റ് എന്നുള്ള 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അടുത്തത് റോക്കറ്റ് എഞ്ചിൻ. The manner of production of thrust is same as that of ramjet except that it does not depend on oxygen in the atmosphere for combustion. അപ്പോൾ റോക്കറ്റ് എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഈ റാം ജെറ്റിൻ്റെ അതേ ടൈപ്പ് പ്രൊപ്പൽഷൻ, അത് ട്രസ്റ്റ് ഉണ്ടാക്കുന്ന രീതി സെയിം തന്നെയാണ്. ഒരു കാര്യത്തിൽ വ്യത്യാസമുണ്ട്. ഈ ജെറ്റ് എൻജിൻസിനൊക്കെ എല്ലാം അതിൻ്റെ അകത്ത് നമ്മൾ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യണം, അതിൻ്റെ അകത്തുള്ള കമ്പഷൻ നടത്തി ട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. റോക്കറ്റ് എഞ്ചിന് അതിൻ്റെ ആവശ്യമില്ല, അത് അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ്റെ ആവശ്യമില്ല. അത് കമ്പഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ്റെ പ്രസൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആ എഞ്ചിൻ്റെ അകത്ത് അത് തന്നെ ഓക്സിജൻ ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിൻ്റെ പുറത്തേക്ക്, അതായത് ഓക്സിജൻ ഉള്ള അറ്റ്മോസ്ഫിയറിൻ്റെ പുറത്തേക്ക് പോയാൽ പോലും ഈ റോക്കറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യും. അതായത് അതിൻ്റെ അകത്ത് നമുക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്ത് കമ്പഷൻ ഉണ്ടാക്കി എഞ്ചിനെ വർക്ക് ചെയ്യിക്കാനായിട്ട് പറ്റും. അടുത്തത് ഫ്ലാപ്സ് ആണ്. ഫ്ലാപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം വിങ്ങിൻ്റെ പുറകിൽ കാണുന്ന മൂവബിൾ ആയിട്ടുള്ള പോർഷനെയാണ് ഫ്ലാപ്പ് എന്ന് പറയുന്നത്. ഹിഞ്ച്ഡ് സെക്ഷൻ ഓഫ് ആൻ എയറോപ്ലെയിൻ വിങ് യൂസ്ഡ് ഇൻ ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ്. ഇപ്പോൾ വിങ്ങിൽ, എയറോപ്ലെയിൻ്റെ 2 സൈഡിലെ വിങ്ങിൽ ബാക്കിലായിട്ട് കാണപ്പെടുന്ന ഹിഞ്ച്ഡ് മൂവബിൾ ആയിട്ടുള്ള പോർഷനെയാണ് ഫ്ലാപ്പ് എന്ന് പറയുന്നത്. ഫ്ലാപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലാൻഡിങ്ങും ടേക്ക് ഓഫും സ്മൂത്ത് ആക്കുന്നത്. When projected into air, flap produces an immediate reduction in speed of aircraft and hence act as a air brake. അപ്പോൾ ഈ ഫ്ലാപ്പ് പുറത്തേക്ക് എയറിലേക്ക് തള്ളി നിൽക്കുവാണെങ്കിൽ അതിനർത്ഥം എയർക്രാഫ്റ്റിൻ്റെ സ്പീഡ് കുറച്ച് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ ഈ ഫ്ലാപ്പ് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? എയർക്രാഫ്റ്റ് മുമ്പോട്ട് പോകുന്നുണ്ട്, എയർ ബാക്കിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലാപ്പ് തള്ളി നിൽക്കുമ്പോഴത്തേക്കും ഈ ഫ്ലാപ്പിൽ വന്ന് എയർ ഇടിക്കും. അപ്പോൾ ഈ ഇടിക്കുന്നത് കൊണ്ട് എന്താണ്, ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകും എയർക്രാഫ്റ്റിന്. അത് വെച്ചിട്ട് നമുക്ക് എയർ ബ്രേക്സ് എന്ന് വെച്ചാൽ അതൊരു എയർ ബ്രേക്ക് ആയിട്ട് ആക്ട് ചെയ്യും പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ. ദേ ക്യാൻ ബി ഓപ്പറേറ്റഡ് ബൈ പൈലറ്റ് ഫ്രം ദ ക്യാബിൻ. ഇത് ക്യാബിൻ ക്രൂയിൽ നിന്ന് പൈലറ്റിന് ഓപ്പറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇറ്റ് പ്രൊവൈഡ്സ് നെസസറി ലിഫ്റ്റ് അറ്റ് ലോ സ്പീഡ് ആൻഡ് ഹെൻസ് ഹെൽപ്പ് ഫോർ ലാൻഡിങ്. ഇനി ഇത് താഴത്തേക്കാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ, ഈ ഫ്ലാപ്പ് നമ്മൾ താഴത്തേക്ക് ലോവറാക്കിയാണ് വെക്കുന്നതെങ്കിൽ എയർക്രാഫ്റ്റ് സ്പീഡ് അറ്റൈൻ ചെയ്യുന്ന സമയത്ത് ലോ സ്പീഡിൽ തന്നെ ലിഫ്റ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റും. അതായത് ചെറിയൊരു ലിഫ്റ്റ് ആ ഒരു എയർക്രാഫ്റ്റിന് കൊടുക്കുന്നതും ഫ്ലാപ്പാണ്. അപ്പോൾ ഫ്ലാപ്പ് ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനും യൂസ്ഫുള്ളാണ്. അടുത്തത് ഫ്യൂസ്ലേജ്. ഫ്യൂസ്ലേജ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ആ എയർക്രാഫ്റ്റിൻ്റെ ബോഡിനെയാണ് ഫ്യൂസ്ലേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഫോംസ് ദ മെയിൻ ബോഡി ഓഫ് എയർക്രാഫ്റ്റ്. ദ ഫ്യൂസ്ലേജ് ഇൻക്ലൂഡ് ദ ക്യാബിൻ, ദ കോക്ക്പിറ്റ്. ഇറ്റ് കണ്ടെയ്ൻസ് ദ സീറ്റ്സ് ഫോർ ദ ഓക്യുപ്പൻസ്, ദ കൺട്രോൾ of the aeroplane. In addition, the fuselage may also be provide rooms for cargo, attachment points for the other major aeroplane components. ഫ്യൂസ്ലേജ് എന്ന് പറയുന്നത് എയർക്രാഫ്റ്റിൻ്റെ ബോഡിയാണ് ഫ്യൂസ്ലേജ് എന്ന് പറയുന്നത്. ഈ ഫ്യൂസ്ലേജിലാണ് നമ്മൾ ക്യാബിൻ അല്ലെങ്കിൽ കോക്ക്പിറ്റ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇനി ആൾക്കാർക്ക് എടുക്കാനുള്ള സീറ്റും എയർക്രാഫ്റ്റിൻ്റെ കൺട്രോളും എല്ലാം ഈ ഫ്യൂസ്ലേജിൻ്റെ അകത്താണ്. അതുകൂടാതെ തന്നെ നമുക്ക് എയർക്രാഫ്റ്റിന് ആവശ്യത്തിനുള്ള കാർഗോ പ്രൊവൈഡ് ചെയ്യാനുള്ള റൂം കൊടുത്തിട്ടുണ്ട്. ഇനി എയർക്രാഫ്റ്റിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് പല കമ്പോണൻസും ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഈ ഫ്യൂസ്ലേജിൻ്റെ അകത്തായിട്ടാണ് ഫിക്സ് ചെയ്തേക്കുന്നത്.
അടുത്ത കമ്പോണൻ്റാണ് പ്രൊപ്പല്ലർ. ഇത് ശരിക്കും കൺവെൻഷണൽ ടൈപ്പ് ആയിട്ടുള്ള എയർക്രാഫ്റ്റിന് മാത്രമേ ഈ പ്രൊപ്പല്ലർ ഉള്ളൂ. ഇപ്പോൾ ഇതില്ല എങ്കിലും നമ്മളതൊരു കമ്പോണൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. യൂഷ്വലി പ്രൊവൈഡഡ് ഇൻ ദ കൺവെൻഷണൽ പിസ്റ്റൺ എഞ്ചിൻ ആസ് വെൽ ആസ് ടർബോ പ്രൊപ്പൽഷൻ എഞ്ചിൻ. അപ്പോൾ കൺവെൻഷണൽ ആയിട്ടുള്ള പിസ്റ്റൺ എഞ്ചിനും ടർബോ പ്രൊപ്പൽഷൻ എഞ്ചിനുമാണ് പ്രൊപ്പല്ലർ ഉണ്ടായിരുന്നത്. യൂഷ്വലി 2 or more ബ്ലേഡ്സ് വിച്ച് ആർ ഡ്രിവൺ റൗണ്ട് ഇൻ സർക്കുലർ പാത്ത്. 2 അതിൽ കൂടുതലോ ബ്ലേഡുകളാണ് ഈ പ്രൊപ്പല്ലറിലുള്ളത്. ഈ പ്രൊപ്പല്ലർ എന്ത് ചെയ്യും? സർക്കുലർ പാത്തിൽ റൊട്ടേറ്റ് ചെയ്യും. ബ്ലേഡ്സ് ഡിഫ്ലക്ട് എയർ ബാക്ക്വേർഡ് വിത്ത് ആൻ ആക്സിലറേഷൻ, ദസ് ഫോർവേഡ് ട്രസ്റ്റ് ഈസ് ഇമ്പാർട്ടഡ് ഫോർ ദ എയർപ്ലെയിൻ. അപ്പോൾ ഈ ബ്ലേഡ് കറങ്ങുന്നതനുസരിച്ച് എയർ ബാക്കിലേക്ക് ഒരു ആക്സിലറേഷൻ ട്രസ്റ്റ് കൊടുക്കും. ആ കൊടുക്കുന്ന ഫോഴ്സ് അനുസരിച്ച് നമ്മുടെ എയർക്രാഫ്റ്റ് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ളൊരു ഫോഴ്സ് കിട്ടുകയും ചെയ്യും. അടുത്തത് 3 കൺട്രോൾസ് ആണ്. എയർക്രാഫ്റ്റിന് 3 ടൈപ്പ് മൂവ്മെൻ്റ് ആണ് പോസിബിൾ. നമുക്ക് ഈ ഒരു ഫിഗറിൽ നോക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ എക്സ് ആക്സിസ്. ആക്സിന് വിത്ത് റെസ്പെക്റ്റ് ഇതിന് ഈ 2 ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും. ഇനി ഇതാണ് അതിൻ്റെ വൈ ആക്സിന് വിത്ത് റെസ്പെക്റ്റ് ഇതിന് ഈ 2 ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഇസഡ് ആക്സിന് വിത്ത് റെസ്പെക്റ്റ് ഇതിന് ഈ 2 ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എയർക്രാഫ്റ്റിന് അല്ലെങ്കിൽ എയറോപ്ലെയിന് 3 ടൈപ്പ് മൂവ്മെൻ്റ് ആണുള്ളത്. അതിനാണ് 3 കൺട്രോൾസ് എന്ന് പറയുന്നത്. An aircraft in space can move in 3 principal axes, X and Y, Z axis. ഇപ്പോൾ സ്പേസിലുള്ള എയർക്രാഫ്റ്റിന് 3 ഡയറക്ഷനിൽ എക്സ് ആക്സിനും വൈ ആക്സിനെയും ഇസഡ് ആക്സിനെയും വിത്ത് റെസ്പെക്റ്റ് മൂവ് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ ലാറ്ററൽ ഓർ റോളിംഗ് മൂവ്മെൻറ്റ്. The movement of aircraft about x-axis or longitudinal axis. X-axis or longitudinal axis pass through the center line of nose and tail of the aircraft. അപ്പോൾ ഫസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് ലാറ്ററൽ ഓർ റോളിംഗ് മൂവ്മെൻ്റ് ആണ്. അതായത് എയർക്രാഫ്റ്റ് എക്സ് ആക്സിസിനെ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂണൽ ആക്സിന് വിത്ത് റെസ്പെക്റ്റ് മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ റോളിംഗ് എന്ന് പറയുന്നത്. ഇനി എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എയർക്രാഫ്റ്റിൻ്റെ ഈ നോസ് മുതൽ ഏറ്റവും ബാക്കിലുള്ള ടെയിലിലൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസാണ് എക്സ് ആക്സിസ്. ഇനി ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത് എയിലറോൺ ആണ്. എയിലറോൺ എവിടെയാണ്? നമ്മുടെ ഈ ഒരു ബാക്ക് പോർഷനിൽ നമ്മുടെ വിങ്ങിൻ്റെ ഈ സൈഡിലായിട്ട് എയിലറോൺ ഉണ്ട്. നമ്മൾ പറഞ്ഞായിരുന്നു ഒരു എയിലറോൺ താഴത്തേക്കും ഒരു എയിലറോൺ മുകളിലേക്കും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ എയർക്രാഫ്റ്റിന് റോൾ ചെയ്യാൻ പറ്റും. ചരിഞ്ഞ് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ചരിഞ്ഞുള്ള മൂവ്മെൻറ്റ്, അതിനെയാണ് റോളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എ ഹിഞ്ച്ഡ് ഫ്ലാപ്പ് നോൺ ആസ് എയിലറോൺ ഈസ് ഫിക്സ്ഡ് ഇൻ ദ ടെയിലിംഗ് എഡ്ജ് ഓഫ് വിങ് ടു സെർവ് ആസ് ദ കൺട്രോൾ ഓഫ് എയർക്രാഫ്റ്റ് അലോങ് എക്സ് ഓർ ലോഞ്ചിറ്റ്യൂണൽ ആക്സിസ്. അപ്പോൾ ഫ്ലാപ്പ് വിങ്ങിൻ്റെ ബാക്കിലായിട്ട് ടെയിലിംഗ് എൻഡിൽ 2 എൻഡിലായിട്ട് വിങ്ങിൻ്റെ ടെയിലിംഗ് എൻഡിൽ കൊടുത്തേക്കുന്ന എയിലറോൺ എന്ന് പറയുന്ന പോർഷനാണ് എയർക്രാഫ്റ്റിൻ്റെ ഈ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിന് വിത്ത് റെസ്പെക്ട് ടു റോളിംഗ് മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നത്. ദ ഫംഗ്ഷൻ ഓഫ് എയിലറോൺ ഈസ് ടു എനേബിൾ ദ പൈലറ്റ് ടു ബാലൻസ് ദ എയറോപ്ലെയിൻ വെൻ ഇറ്റ് ഈസ് ടിൽറ്റഡ് ബൈ വിൻഡ്. ഇറ്റ് ഓൾസോ പെർമിറ്റ് ടു ടിൽറ്റ് ദ മെഷീൻ പർപ്പസ്ഫുള്ളി വൈൽ ഡിസ്ക്രൈബിങ് എ സർക്കിൾ ഓർ ലാറ്ററൽ ടിൽറ്റ്. അപ്പോൾ എയിലറോണിന് 2 ഫംഗ്ഷനാണ് ഉള്ളത്. ഇപ്പോൾ എയർക്രാഫ്റ്റ് പോകുന്ന സമയത്ത് ഈ സൈഡിൽ നല്ലൊരു വിൻഡ് ഉണ്ടായി കഴിഞ്ഞാൽ എയർക്രാഫ്റ്റ് ചരിയാനുള്ള ടെൻഡൻസി ഉണ്ട്. അങ്ങനെ ഈ ഡയറക്ഷനിലുള്ള ചരിവിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എയിലറോൺ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എയർക്രാഫ്റ്റിനെ ഈ ഒരു മൂവ്മെൻറ്റ് കിട്ടും. അപ്പോൾ എയർക്രാഫ്റ്റിനെ സ്റ്റേബിളായിട്ട് പിടിക്കുകയും ചെയ്യാം. ഇനി പർപ്പസ്ഫുള്ളി നമുക്ക് ഇങ്ങനെ ഒരു സർക്കിൾ കവർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ എയർക്രാഫ്റ്റ് എന്ത് ചെയ്യണം? ചെറുതായിട്ടൊന്ന് ചരിഞ്ഞിട്ട് വേണം സർക്കിൾ പോകാൻ. അപ്പോൾ ആ സമയത്ത് നമുക്ക് എയിലറോൺ ഉപയോഗിച്ച് എയർക്രാഫ്റ്റിനെ ചരിച്ച് റോൾ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ മൂവ്മെൻറ്റ് പിച്ചിങ് മൂവ്മെൻ്റ് ആണ്. Movement of aircraft about y-axis. Y-axis passes through the center line of wing and is perpendicular to x-axis. The elevator is provided in the extreme rear end of the fuselage to control the pitching or up and down movement of aircraft. അപ്പോൾ എയർക്രാഫ്റ്റിൻ്റെ y-axis വിത്ത് റെസ്പെക്ട് ഇതാണ് y-axis. വിങ്ങിൻ്റെ 2 അറ്റത്തും കൂടി പോകുന്ന ആക്സിസാണ് y-axis. y-axisന് വിത്ത് റെസ്പെക്ട് ടു എയർക്രാഫ്റ്റിന് പിച്ച് ചെയ്യാൻ പറ്റും. അതായത് മുകളിലേക്കോ താഴത്തേക്കോ ഉള്ള മൂവ്മെൻറ്റ്, അതിനാണ് പിച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് എലിവേറ്ററാണ്. എലിവേറ്റർ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചായിരുന്നു. ഈ കാണുന്നതാണ് എലിവേറ്റർ. ഈ ബാക്കിലുള്ള ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസറിൽ ഇവിടെയും എലിവേറ്റർ ഉണ്ട്. ഇത് താഴത്തേക്ക് മൂവ് ചെയ്യുന്നതനുസരിച്ച് എയർക്രാഫ്റ്റ് മുകളിലേക്കും, ഇത് മുകളിലേക്ക് മൂവ് ചെയ്യുന്നതനുസരിച്ച് എയർക്രാഫ്റ്റ് താഴത്തേക്കും മൂവ് ചെയ്യും. The elevator is provided in the extreme and rear end of the fuselage. എയർക്രാഫ്റ്റിൻ്റെ ബോഡിയുടെ ഏറ്റവും ബാക്ക് റയർ എൻഡിലാണ് എലിവേറ്റർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എലിവേറ്ററിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് പിച്ചിങ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് എയർക്രാഫ്റ്റിന് പോസിബിളാണ്. ഇനി മൂന്നാമത്തത് യോയിങ് ഓർ ടേണിംഗ് മൂവ്മെൻറ്റ്, അതായത് മൂവ്മെൻറ്റ് ഓഫ് എയർക്രാഫ്റ്റ് അബൌട്ട് ഇസഡ് ആക്സിസ്. ഇതാണ് ഇസഡ് ആക്സിസ്. ഈ രീതിയിൽ എയർക്രാഫ്റ്റിനെ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ഡീവിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് യോയിങ് ഓർ ടേണിംഗ് എന്ന് പറയുന്നത്. ഇസഡ് ആക്സിസ് പാസസ് റൈറ്റ് ആംഗിൾ ത്രൂ എക്സ് ആൻഡ് വൈ ആക്സിസ്. അപ്പോൾ എക്സ് ആക്സിനും വൈ ആക്സിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസാണ് ഇസഡ് ആക്സിസ്. റഡർ ഈസ് ദ ഹിഞ്ച്ഡ് ടു എ വെർട്ടിക്കൽ ആക്സിസ് at the tail end of fuselage to control the turning or yawing movement of aircraft. It makes it possible to steer the airplane in air along with Z axis. അപ്പോൾ
എയർക്രാഫ്റ്റിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് ഈ വെർട്ടിക്കൽ സ്റ്റെബിലൈസർ എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ ബാക്കിലായിട്ട് ഒരു റഡർ എന്ന് പറയുന്ന കമ്പോണൻ്റ് ഉണ്ട്. ഈ റഡർ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മാറ്റുന്നതനുസരിച്ച് എയർക്രാഫ്റ്റ് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവ് ചെയ്യും. ഇനി അടുത്തത് ട്രൈസൈക്കിൾ അണ്ടർ ക്യാരേജ്. ട്രൈസൈക്കിൾ അണ്ടർ ക്യാരേജ് എന്ന് പറയുമ്പോഴത്തേക്കും എയർക്രാഫ്റ്റിൻ്റെ താഴെ ടയർ ഉൾപ്പെടെയുള്ള ഒരു ഗിയർ സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഏകദേശം നമ്മുടെ ലാൻഡിങ്ങിനോട് അടുക്കുമ്പോൾ എയർക്രാഫ്റ്റിൻ്റെ അകത്തുനിന്ന് പതുക്കെ അതിൻ്റെ വീൽ ഉൾപ്പെടെയുള്ള ഗിയർ താഴത്തേക്ക് വരും. എന്നിട്ട് അതാണ് താഴെ ഇടിക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ട്രൈസൈക്കിൾ അണ്ടർ ക്യാരേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ലാൻഡിംഗ് ഗിയർ സിസ്റ്റം വിച്ച് ഇസ് പ്രൊവൈഡ് ടു സപ്പോർട്ട് എയർക്രാഫ്റ്റ് വൈൽ ഇറ്റ് ഈസ് ഇൻ കോൺടാക്ട് വിത്ത് ഗ്രൗണ്ട്. അപ്പോൾ ഗ്രൗണ്ടുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് എയർക്രാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ലാൻഡിംഗ് ഗിയർ സിസ്റ്റം, അതായത് ട്രൈസൈക്കിൾ അണ്ടർ ക്യാരേജ് എന്ന് പറയുന്നത്. ഇറ്റ് സെർവ് 2 പർപ്പസ്. ഈ ട്രൈസൈക്കിൾ അണ്ടർ ക്യാരേജിന് 2 പർപ്പസാണുള്ളത്. ടു ഏണബിൾ ഈസി മാനവറിങ് ടു പെർമിറ്റ് സ്മൂത്ത് ലാൻഡിങ്. അതായത് എയർക്രാഫ്റ്റ് ഗ്രൗണ്ടിലുള്ള സമയത്ത് എയർക്രാഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെൻറ്റ്, അതിനാണ് മാനവറിങ് എന്ന് പറയുന്നത്. അതെല്ലാം നമ്മൾ ഈ താഴത്തെ ടയറിൽ കൂടിയാണ് ചെയ്യുന്നത്. അതായത് റൺവേയിൽ നിന്ന് ടാക്സി വേ വഴി ഹാങ്ങറിലേക്കും അപ്രോണിലേക്കും പോകാനുള്ള മാനവറിങ് അത് ഈസിയാക്കുക. അതേപോലെ ഈസി ആൻഡ് സ്മൂത്ത് ലാൻഡിങ് പെർമിറ്റ് ചെയ്യുക. എയർക്രാഫ്റ്റ് നല്ല സ്പീഡിൽ വരുന്നത് നമ്മുടെ റൺവേയിലേക്ക് സ്മൂത്തായിട്ട് ലാൻഡ് ചെയ്യുന്നത് ഈ ട്രൈസൈക്കിൾ അണ്ടർ ക്യാരേജ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്ത കമ്പോണൻ്റ് അതിൻ്റെ വിങ്സ് ആണ്. എയർക്രാഫ്റ്റ് ഈസ് പ്രൊവൈഡ് വിത്ത് വിങ്സ് ടു സപ്പോർട്ട് ദ മെഷീൻ ഇൻ എയർ. എയർക്രാഫ്റ്റിനെ എയറിൽ സപ്പോർട്ട് ചെയ്യാനും ലിഫ്റ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന കമ്പോണൻ്റാണ് വിങ്. വിങ്സ് ആർ സ്ലൈറ്റ്ലി കേർവ്ഡ് ഇൻ സെക്ഷൻ ആൻഡ് ആർ സെറ്റ് അറ്റ് എൻ സ്മോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദ ഹൊറിസോണ്ടൽ. അപ്പോൾ വിങ്സ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഒരു കേർവ്ഡ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതേപോലെ ബാക്കിലേക്ക് വരുമ്പോൾ ഹൊറിസോണ്ടലിന് ഒരു ചെറിയ ചരിവുണ്ട്. ആ വിങ്സിന് ചെറിയൊരു ചരിവ് വെച്ചിട്ടാണ് കൊടുത്തേക്കുന്നത്. അടുത്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയ 1-2 ടേംസാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനാണ്. നമ്മൾ 3 കൺട്രോൾ സിസ്റ്റത്തിൽ പറഞ്ഞായിരുന്നു, എയിലറോൺ പിന്നെ എലിവേറ്ററൊക്കെ. അപ്പോൾ അത് തന്നെയാണ്. ഫസ്റ്റ് വൺ എയിലറോൺ. ഇറ്റ് ഈസ് എ ഹിഞ്ച്ഡ് ഫ്ലാപ്പ് വിച്ച് ഈസ് ഫിക്സ്ഡ് ഇൻ ദ ടെയിലിംഗ് എഡ്ജ് ഓഫ് വിങ് നിയർ ദ വിങ് ടിപ്പ്. ജസ്റ്റ് ആ ഫിഗർ ഒന്ന് ആദ്യം കാണിക്കാം. എയിലറോൺ എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് വിങ്. വിങ്ങിൻ്റെ ടിപ്പിലായിട്ട് ഇവിടെ കൊടുത്തേക്കുന്ന പോർഷനാണ് എയിലറോൺ. 2 സൈഡിലും ഉണ്ട്. It is so rigged that when aileron in one wing is pulled up and that in the other is pulled down, the net effect give a very powerful rolling control of the aircraft. അതായത് ഒരു എയർലോൺ അപ്പിലേക്കും മറ്റേ എയർലോൺ ഡൗണിലേക്കും മാറ്റി കഴിഞ്ഞാൽ എയർക്രാഫ്റ്റിന് ഒരു റോളിംഗ് മൂവ്മെൻറ്റ് ഉണ്ടാകും. അതായത് ചരിവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടും. ഇത് 2 കാര്യങ്ങൾക്കാണ് നമ്മൾ എയർലോൺ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ടു ബാലൻസ് ദ പ്ലെയിൻ വെൻ ദ ടിൽറ്റഡ് ബൈ എ ഗസ്റ്റ് ഓഫ് വിൻഡ്. പെട്ടെന്നൊരു കാറ്റുണ്ടായി എയർക്രാഫ്റ്റ് ചരിയാൻ ഉള്ളൊരു ടെൻഡൻസി വരുമ്പോൾ നമുക്ക് എയർലോൺ ഓപ്പറേറ്റ് ചെയ്ത് എയർക്രാഫ്റ്റിനെ ബാലൻസ് ചെയ്ത് നിർത്താം. ഇറ്റ് ഓൾസോ പെർമിറ്റ് ടു ടിൽറ്റ് ദ മെഷീൻ പർപ്പസ്ഫുള്ളി വൈൽ ഡിസ്ക്രൈബിങ് എ സർക്കിൾ. അതേപോലെ പെട്ടെന്നൊരു സർക്കിൾ കർവ് വളക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എയർക്രാഫ്റ്റിനെ പർപ്പസ്ഫുള്ളി ചരിക്കണമെങ്കിലും എയർലോൺ ഓപ്പറേറ്റ് ചെയ്യണം. അടുത്തത് ഫ്ലാപ്പാണ്. ഫ്ലാപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ ഈ വിങ്ങിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് ലെങ്തി ഡയറക്ഷനിൽ കാണുന്ന ഈ മൂവബിൾ ആയിട്ടുള്ള 2 പോർഷനാണ് ഫ്ലാപ്സ് എന്ന് പറയുന്നത്. ഇത് എയർക്രാഫ്റ്റിൻ്റെ ലിഫ്റ്റിനും ഡ്രാഗിനുമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. These are somewhat similar to aileron and are used in landing and takeoff. When they are projected in air, they produce intermediate reduction in speed of the aircraft and thus serves as air brake. ഇപ്പോൾ ഫ്ലാപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം വിങ്ങിൻ്റെ ബാക്കിലായിട്ട് എയർലോൺ പോലെ തന്നെ കൊടുത്തേക്കുന്ന ഒരു ഇച്ചിരി ലെങ്തിയർ ആയിട്ടുള്ള പോർഷനാണ് ഫ്ലാപ്സ്. ഇത് ടേക്ക് ഓഫ് ലാൻഡിങ്ങിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഫ്ലാപ്സ് പ്രൊജക്റ്റ് ചെയ്ത് എയറിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽപ്പുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എയർക്രാഫ്റ്റ് ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. അതായത് അത് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എയർക്രാഫ്റ്റിൻ്റെ കൂടെ പോകുന്ന എയർ ഈ ഫ്ലാപ്പിൽ വന്ന് ടച്ച് ചെയ്യുമ്പോൾ എയർക്രാഫ്റ്റിൻ്റെ സ്പീഡ് റിഡ്യൂസ് ചെയ്യാൻ, അതായത് ഒരു എയർ ബ്രേക്ക് ആയിട്ട് അത് ആക്ട് ചെയ്യും. അടുത്ത കമ്പോണൻറ്റ് എലിവേറ്ററാണ്. എലിവേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് ഏറ്റവും ബാക്കിൽ ഈ ഹൊറിസോണ്ടൽ മെമ്പറിൻ്റെ ബാക്കിലായിട്ട് ഈ കാണുന്ന 2 പോർഷനാണ് എലിവേറ്റർ. എലിവേറ്റർ താഴത്തേക്കാവുമ്പോൾ എയർക്രാഫ്റ്റ് മുകളിലേക്ക് പോകും. എലിവേറ്റർ മുകളിലേക്ക് വരുമ്പോൾ എയർക്രാഫ്റ്റ് താഴത്തേക്ക് വരും. അതായത് അതിൻ്റെ പിച്ചിങ്, അതായത് അപ്വേർഡ് ഡൗൺവേർഡ് മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന എലിവേറ്ററാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഫ്ലാപ്സ് കേപ്പബിൾ ഓഫ് മൂവിങ് അപ്പ് ആൻഡ് ഡൗൺ ത്രൂ ആൻ ആംഗിൾ ഓഫ് 50 to 60 ഡിഗ്രി. അപ്പോൾ എലിവേറ്ററിൻ്റെ എയർക്രാഫ്റ്റിൻ്റെ ഏറ്റവും ബാക്കിൽ മൂവബിൾ ആയിട്ടുള്ള 2 ഫ്ലാപ്പായിട്ടാണ് എലിവേറ്റർ വെച്ചേക്കുന്നത്. ഇത് മൂവബിളാണ്. അപ്പ് ആൻഡ് ഡൗൺ 50 to 60 ഡിഗ്രിയിൽ നമുക്ക് അതിനെ ടിൽറ്റ് ചെയ്യാൻ പറ്റും. ദേ ആർ ഹിഞ്ച്ഡ് ടു എ ഹൊറിസോണ്ടൽ സർഫസ്. അപ്പോൾ എയർപ്ലെയിൻ്റെ ബാക്കിലെ ടെയിൽ പ്ലെയിൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസറിലാണ് ഇത് ഫിക്സ് ചെയ്തേക്കുന്നത്. പ്ലേസ്ഡ് അറ്റ് ദ എക്സ്ട്രീം റെയർ എൻഡ് ഓഫ് യൂസേജ്. എയർക്രാഫ്റ്റിൻ്റെ ബോഡിയുടെ ഏറ്റവും ബാക്കിലായിട്ടാണ് നമുക്ക് ഈ ഒരു
എലിവേറ്റർ വെച്ചേക്കുന്നത്. ഇറ്റ് കൺട്രോൾസ് ദ പിച്ചിങ്, ദാറ്റ് ഈസ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഓഫ് എയർക്രാഫ്റ്റിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് എലിവേറ്ററാണ്. അടുത്ത റഡർ എന്ന് പറയുമ്പോൾ ഈ വെർട്ടിക്കൽ സ്റ്റെബിലൈസർ, എയർക്രാഫ്റ്റിന് ഏറ്റവും ബാക്കിലുള്ള ഈ വെർട്ടിക്കൽ സ്റ്റെബിലൈസറിൻ്റെ നടുക്കായിട്ട് മൂവബിൾ ആയിട്ടുള്ള പോർഷനാണ് റഡർ. ഇത് യോയിങ് മൂവ്മെൻറ്റിന് അല്ലെങ്കിൽ റോളിംഗ് മൂവ്മെൻറ്റിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്ട്രീം ലൈൻഡ് ഫ്ലാപ്പ് hinged to a vertical fin provided at the tail end of the fuselage. എയർക്രാഫ്റ്റിൻ്റെ ബോഡിയുടെ ഏറ്റവും ബാക്കിലായിട്ട് ഒരു വെർട്ടിക്കൽ ഫിൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ സ്റ്റെബിലൈസർ ഉണ്ട്. അതിൽ ഒരു ഫ്ലാപ്പായിട്ടാണ് റഡർ ഫിക്സ് ചെയ്തേക്കുന്നത്. ഇറ്റ് ക്യാൻ ബി മൂവ്ഡ് റൈറ്റ് ഓർ ലെഫ്റ്റ്. അതിനെ നമുക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ടിൽറ്റ് ചെയ്യാൻ പറ്റും എബൌട്ട് ആൻ ആംഗിൾ 30 ഡിഗ്രി. ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒരു 30 ഡിഗ്രി ആംഗിൾ അലവൻസിൽ നമുക്ക് തന്നെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് യൂട്ടിലൈസ് ഫോർ ടേണിംഗ് ഓർ യോയിങ്. ഇസഡ് ആക്സിസിലുള്ള മൂവ്മെൻറ്റ്, അതായത് എയർക്രാഫ്റ്റിൻ്റെ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ തിരിക്കുക അല്ലെങ്കിൽ യോയിങ് മൂവ്മെൻറ്റ് എന്ന് പറയും. അതിനാണ് നമുക്ക് ഈ ഒരു റഡർ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് എയർക്രാഫ്റ്റിൻ്റെ കമ്പോണൻസും അതിൻ്റെ ഫങ്ഷൻസും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഈ എയർക്രാഫ്റ്റിൻ്റെ ഫിഗർ നന്നായിട്ട് നീറ്റായിട്ട് വരച്ച് പഠിക്കുക. കാരണം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പോണൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഫിഗർ വരച്ച് അതിൻ്റെ പാർട്സ് മാർക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പകുതി മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. താങ്ക് യു.